Hi, welcome back to my YouTube channel. നാളെയാണ് 2025 വിഷു. ഞാൻ ആദ്യമായിട്ടാണ് വിഷുവിനൊരു വ്ളോഗൊക്കെ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസാണ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്. ഏകദേശം 11 മണിയായി രാത്രി. അപ്പോൾ നാളെ ഒന്ന് അമ്പലത്തിൽ പോകണം. അതിനുവേണ്ടി എനിക്കും അമ്മയ്ക്കും 2 സെറ്റ് സാരിയൊക്കെ ഞാൻ സെറ്റാക്കി അതൊന്ന് തേച്ച് വെക്കണം. അതുപോലെ നാളത്തേക്കുള്ള കണി ഒരുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഇന്നത്തെയും നാളത്തെയും കുറച്ച് വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്ത് ഒരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങാം. കം ഓൺ. ഓക്കെ, അപ്പോൾ 2 സാരിയും ബ്ലൗസ് ഞാൻ തേച്ചു. അമ്മയുടെ സാരി ഞാൻ പ്ലേറ്റ് എടുത്തു. ഞാൻ പ്ലേറ്റ് എടുക്കുന്നില്ല എൻ്റെ സാരിക്ക്. ഞാൻ 1 പ്ലേറ്റ് ആയിട്ടാണ് ഇടുകയാണ്. ഇനി ഒരു ഷർട്ടും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടെ കഴിയുമ്പോൾ അയണിങ് ഒക്കെ കഴിയും. ഇനി നമുക്ക് കണി ഒരുക്കാം. നാളത്തേക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ തേച്ച് വെച്ചു. ഒന്ന് തൂത്തു തുടച്ചു, പിന്നെ ഒന്ന് ഫ്രഷായി. ഇനി നമുക്ക് കണി ഒരുക്കാം. അതുപോലെ ഈ കുഞ്ഞു വിഗ്രഹമാണ് നമ്മൾ നാളത്തെ കണിക്ക് വെക്കുന്നത്. അപ്പം ഞാൻ അൺബോക്സ് ചെയ്തതേ ഉള്ളൂ. മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. പക്ഷേ ഇതല്ല, ഞാൻ ഇതിലും വലിയ ഒരു കൃഷ്ണ വിഗ്രഹമാണ് വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത്. നടന്നില്ല. ഇവിടെ ആക്ച്വലി നല്ല ഒരു കൃഷ്ണ വിഗ്രഹം ഉണ്ടായിരുന്നതാണ്. 2023 ഈ ഒരു വീട്ടിൽ ഞങ്ങൾ ആദ്യമായിട്ട് വിഷുക്കണിയൊക്കെ വെച്ച് കാണുന്നത്. അന്ന് വാങ്ങിയ ഒരു വിഗ്രഹമായിരുന്നു. അന്ന് തന്നെ അത് എൻ്റെ കൈ കൊണ്ട് തറയിൽ വീണ് പൊട്ടി പാളീസായിപ്പോയി. പീസായിപ്പോയി. ക്ലേ വെച്ചുണ്ടാക്കിയതുകൊണ്ട് പെട്ടെന്ന് അത് പൊട്ടിപ്പോയി. ഒന്ന് തട്ടിയതേ ഉള്ളൂ. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അടുത്ത വർഷം നല്ലൊരു വിഗ്രഹം വാങ്ങി നമ്മൾ കണി കാണുമെന്നൊക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 2024 നമ്മുടെ അമ്മൂമ്മ മരണപ്പെട്ടത് കാരണം നമുക്ക് ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് മേടിക്കേണ്ടി വന്നില്ല. ഈ വർഷം സത്യം പറഞ്ഞാൽ അതിനൊരു നല്ലൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അപ്പോൾ അത്ര വലിയൊരു എമൗണ്ടും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വാങ്ങുമെന്ന് പറഞ്ഞതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പറയുന്ന പോലെ ചെറിയൊരു വിഗ്രഹത്തിൽ ഞാൻ ഒതുക്കി. പക്ഷെ ഞാൻ വാങ്ങും. കണിയെല്ലാം ഒരുക്കി വന്നപ്പം ഏകദേശം 2 മണി കഴിഞ്ഞു. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ഹാപ്പി വിഷു. അങ്ങനെ 4 മണിക്ക് എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് അമ്മയെ വിളിച്ച് കണി കാണിച്ചു. ഒരാളും കൂടെ നമ്മുടെ കൂടെ കണി കാണാനുണ്ട്. എൻ്റെ ചേച്ചിയാണ്. പുള്ളിക്കാരിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഇതിനൊന്നും സ്പെൻഡ് ചെയ്യാൻ സമയമില്ലായിരുന്നു. അങ്ങനെ ഒരു അടിപൊളി കണിയൊക്കെ കണ്ടു. ഇനി നമുക്ക് അമ്പലത്തിൽ പോകാൻ റെഡിയാവാം. വി ആർ റെഡി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇതാണ് പെരുമാൾക്കുന്ന് മഹാവിഷ്ണു ക്ഷേത്രം. കൊല്ലം ആദിശന്നൂർ എന്ന സ്ഥലത്താണ് ഈ അമ്പലമുള്ളത്. ഞങ്ങൾക്കിവിടെ അടുത്താണ്. കാരണം എൻ്റെ വീട് വരുന്നത് ചാത്തന്നൂരാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ കറക്റ്റ് സമയത്താണ് എത്തിയത്. പൂജ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളങ്ങനെ തൊഴുതിറങ്ങി കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളിങ്ങനെ എവിടെ പോയാലും ഫോട്ടോസൊക്കെ ഇടും കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വരുമ്പോൾ തന്നെ വീടിന് മുകളിലുള്ള അമ്പലത്തിലും പൂജ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെയും നല്ലപോലെ ഒന്ന് തൊഴാൻ പറ്റി. അങ്ങനെ വിഷുക്കണിയൊക്കെ കണ്ടു. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അപ്പം നമ്മളുടെ വിഷു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നത് വരെ ബൈ ബൈ.